Previously, we discussed the magnetic induction at a point due to a straight conductor carrying current as an application of Biot-Savart law. Now we are going to discuss magnetic induction at a point on the axis of a circular current carrying conductor. This is also an application of Biot-Savart law. ഇവിടെ നോക്കുക, നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. അതൊരു സർക്കുലർ റിംഗ് ആണ്. ആ സർക്കുലർ റിംഗിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ ഒരു പി എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പി എന്നുള്ള പോയിന്റിലുള്ള മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സർക്കുലർ റിംഗിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എ ആണ്. കൂടാതെ തന്നെ ഈ പോയിന്റ് എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ്, ഈ പോയിന്റിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം യൂസിങ് പൈതഗോറസ് തിയറം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കൂടാതെ തന്നെ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ആംഗിൾ ആണ് തീറ്റ എന്ന് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പ്രീവിയസ് കേസിൽ നമ്മൾ ഒരു കറണ്ട് എലമെന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആയിരുന്നു. ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരി കണ്ടക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് ഡി എൽ എന്നുള്ള ഒരു ലെങ്ത് എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. എ ബി എന്നാണ് നെയിം ചെയ്തിരിക്കുന്നത്. എ ബി എന്നാണ്, ഡി എൽ ആണ് അതിന്റെ ലെങ്ത്. ആ എലമെന്റ് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, പി എന്നുള്ള പോയിന്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്തത്? ഈ ഹോൾ ലെങ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ കറണ്ട് എലമെന്റുകൾ കൺസിഡർ ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ ഇവിടെ രണ്ട് കറണ്ട് എലമെന്റുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് എ ബി എന്നുള്ള ഒരു കറണ്ട് എലമെന്റ്, കൂടാതെ തന്നെ സി ഡി എന്നുള്ള ഒരു കറണ്ട് എലമെന്റ്. ഈ രണ്ട് കറണ്ട് എലമെന്റുകളും ഒരേ ലെങ്ത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ലെങ്ത് വരുന്നത് ഡി എൽ എന്ന് തന്നെയാണ്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ എ ബി എന്നുള്ള ഈ കറണ്ട് എലമെന്റ് കൺസിഡർ ചെയ്യുക. അതിനകത്ത് ആ എ ബി എന്നുള്ള കറണ്ട് എലമെന്റിന്റെ ലെങ്ത് ഡി എൽ എന്നുള്ള വെക്ടർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതിന്റെ സെന്റർ പോയിന്റിനെയാണ് നമ്മൾ പി എന്ന് ഇ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇ എ പി എയും കണക്ട് ചെയ്യുന്ന ലൈനാണത്. ഈ ലൈനിന്റെ ലെങ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അടുത്തതായിട്ട് യൂസിങ് Biot-Savart law we can calculate the magnetic induction at this point P due to the current element dl. എ ബി എന്നുള്ള ഈ കറണ്ട് എലമെന്റ് കൊണ്ട് പി എന്നുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമുക്ക് Biot-Savart law ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡി ബി ഈക്വൽ ടു നമ്മൾ പ്രീവിയസ്ലി ഉപയോഗിച്ച ഇക്വേഷൻ തന്നെ, ഡി ബി ഈക്വൽ ടു മ്യൂ 0/4π ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ് എന്നുള്ള ഇക്വേഷനാണ്. ഇവിടെ ആർ എന്ന് എടുക്കുന്നത് നമ്മൾ ആ കറണ്ട് എലമെന്റ് എവിടെയാണ് കൺസിഡർ ചെയ്യുന്നത് അതും നമ്മുടെ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ തീറ്റ എന്ന് എടുത്തിരിക്കുന്നത് ആ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ആണ്. അവിടെ നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ കറണ്ട് എലമെന്റും നമ്മുടെ ആർ എന്നുള്ള ഈ ഡിസ്റ്റൻസ് വെക്ടർ, ഈ രണ്ട് വെക്ടറുകളും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ തീറ്റ എന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഇവിടെ മ്യൂ 0/4π എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ഇനി ഇവിടെ ന്യൂമറേറ്റർ ഉള്ളത് നമ്മുടെ കറണ്ട്, ആ കറണ്ടും കറണ്ട് എലമെന്റും ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മൾ തീറ്റ ആയിട്ട് എടുക്കേണ്ടത്. പക്ഷെ നോക്കുക, ഈ ലൈനും ഈ കറണ്ട് എലമെന്റും തമ്മിലുള്ള ആംഗിൾ സത്യത്തിൽ 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് ഐഡിയൽ സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷനിൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആവും. അപ്പൊ നമുക്ക് സൈൻ തീറ്റ 1 ആവും. ദെൻ വി ഓൺലി ഹാവ് ടു റൈറ്റ് ഐഡിയൽ എന്ന് മാത്രം നമുക്ക് എഴുതിയാൽ മതിയാവും. അടുത്തായിട്ട് ഇവിടെ ആറിന്റെ സ്ഥാനത്തുള്ളത് ഈ പി എന്നുള്ള പോയിന്റും എ ബി എന്നുള്ള കറണ്ട് എലമെന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അതിന്റെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഡി ബി എന്നുള്ള ഇക്വേഷൻ ഈ എ ബി എന്നുള്ള കറണ്ട് എലമെന്റ് കൊണ്ട് നമുക്ക് പി എന്നുള്ള പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്ത് കിട്ടും? ഡി ബി ഈക്വൽ ടു മ്യൂ 0/4π ഐഡിയൽ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പോ ഇവിടെ ന്യൂമറേറ്ററിൽ ആംഗിൾ എത്രയാണ് എടുക്കേണ്ടത്? 90 ഡിഗ്രിയാണ്. ബിക്കോസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഈസ് റൈറ്റ് ആംഗിൾസ് ടു ദ ലൈൻ ജോയിനിങ് പി ടു എ ബി.
പിയിൽ നിന്ന് എ ബിയിലേക്ക് വരക്കുന്ന ലൈൻ നമ്മുടെ കറണ്ട് എലമെന്റ് അല്ലെങ്കിൽ ഈ കറണ്ടിന്റെ ഡയറക്ഷനുമായിട്ട് 90 ഡിഗ്രി ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ന്യൂമറേറ്ററിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയത്. അതുകൊണ്ട് തന്നെ ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറിയിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഡി ബി എന്നുള്ള മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. വിച്ച് വിൽ ബി റൈറ്റ് ആംഗിൾസ് ടു ദ ലൈൻ കണക്റ്റിംഗ് എ ബി ആൻഡ് പി. നമ്മളെ എ ബിയെയും പി യെയും കണക്ട് ചെയ്യുന്ന ലൈനുമായിട്ട് റൈറ്റ് ആംഗിൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മുടെ ഡി ബി എന്നുള്ള വെക്ടർ. അതായത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഡി ബി എന്നുള്ള മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡയറക്ഷൻ. അപ്പം മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡയറക്ഷൻ ഈ ലൈനുമായിട്ട് 90 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇതിന് അടുത്തായിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഡയറക്ഷനും കിട്ടി, മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡയറക്ഷനും കിട്ടിയിരിക്കുകയാണ്, അതേപോലെ തന്നെ എന്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡും കിട്ടിയിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ സി ഡി കൺസിഡർ ചെയ്യുകയാണ്. സി ഡിയുടെയും ലെങ്ത് എ ബിയുടേതുമായിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് പി എന്നുള്ള പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയായിരിക്കും. അതായത് ഡി ബി തന്നെയായിരിക്കും, ഇതേ ഡി ബി തന്നെയായിരിക്കും ഈ ഇവിടെ ഉണ്ടാക്കുന്ന സി ഡി എന്നുള്ള എലമെന്റ് കൊണ്ടും ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ വാല്യൂ. പക്ഷേ പ്രശ്നം എന്താണ്, ഇതിന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് ഡയറക്ഷനിലായിരിക്കും. ഈ ഒരു ലൈൻ സി ഡിയെയും പി യെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കൊരു ഈ ഒരു ഡയറക്ഷനിൽ മാഗ്നറ്റിക് സി ഡി എന്നുള്ള കറണ്ട് എലമെന്റ് കൊണ്ട് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടായിരിക്കുകയാണ്. ഞാൻ അടുത്തായിട്ട് നോക്കുക, നമുക്കിവിടെ ഒരു ആംഗിൾ തീറ്റ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ ആംഗിൾ തീറ്റയാണ്. then this angle will be 90 minus theta and therefore this angle will be what? This angle will be 90 minus theta and this angle will be theta. Therefore we can resolve this dB vector into two components. നമ്മുടെ ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ രണ്ട് വെക്ടറുകളായിട്ട് റിസോൾവ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇത് അഡ്ജസന്റ് സൈഡ് ആണ്, അപ്പോൾ ഈ സൈഡ് ഈ വെക്ടറിനെ നമുക്ക് ഇങ്ങനെ ഡി ബി കോസ് തീറ്റ എന്ന് റിസോൾവ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു വെക്ടർ ഈ ഒരു സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ആണ്, അപ്പൊ നമുക്ക് ഈ വെക്ടറിനെ ഡി ബി സൈൻ തീറ്റ എന്ന് റിസോൾവ് ചെയ്യാം. അതേപോലെ തന്നെ ഈ വെക്ടറിനെ നമ്മുടെ ഈ വെക്ടറിനെ നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് റിസോൾവ് ചെയ്യാം, ഒന്ന് ഡി ബി കോസ് തീറ്റ, ഒന്ന് ഡി ബി സൈൻ തീറ്റ. ഇനി നോക്കുക, ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരു ഡി ബി കോസ് തീറ്റ എന്നുള്ള ഒരു വെക്ടർ ഈ ഒരു ഡയറക്ഷനിലുണ്ട്, അതേപോലെ തന്നെ ഇവിടെ അനദർ ഡി ബി കോസ് തീറ്റ ഉണ്ട്. ഈ രണ്ട് ഡി ബി കോസ് തീറ്റയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ അത് രണ്ടും ഈച്ച് അതറിനെ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. പക്ഷെ നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തൊക്കെയാണ്? ഡി ബി സൈൻ തീറ്റ, ഡി ബി സൈൻ തീറ്റ. ഇതിൽ ഒരു ഡി ബി സൈൻ തീറ്റ എന്തുകൊണ്ടുള്ളതാണ്? എ ബി എന്നുള്ള കമ്പോണന്റ് കൊണ്ടുള്ളതാണ്. അനദർ വൺ സി ഡി എന്നുള്ള കമ്പോണന്റ് കൊണ്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാം വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല പി എന്നുള്ള പോയിന്റിൽ, പകരം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിലുള്ള ഒരു കമ്പോണന്റ് കൊണ്ട് ഉണ്ടാകുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് എ ബി എന്നുള്ള കമ്പോണന്റ് കൊണ്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ ഡി ബി സൈൻ തീറ്റ. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹോൾ ലെങ്ത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. പ്രീവിയസ് കേസിൽ അത് തന്നെയാണ് നമ്മൾ ചെയ്തിരുന്നത്. നമ്മൾ ഒരു കറണ്ട് എലമെന്റ് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എടുത്തതിനു ശേഷം അതിനെ ഹോൾ ലെങ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഡി ബിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഡി ബി സൈൻ തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹോൾ ലെങ്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എത്രത്തോളം ലെങ്ത്തിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഇങ്ങനെ ഒരു സർക്കുലർ റിംഗ് ആണ് ഉള്ളത്. അതിന്റെ സർക്കംഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്, അത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? വിച്ച് ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റേഡിയസ് ആണ്. അതായത് സർക്കംഫറൻസ് 2πa ആണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 0 to 2πa ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡി ബിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഡി ബി സൈൻ തീറ്റ കിട്ടാൻ സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ്
പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ബി ഈസ് ഈക്വൽ ടു നമ്മൾ ഇന്റഗ്രേഷൻ ഫ്രം 0 to 2π ആണ്. അത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കുന്നു. ഡി ബി സൈൻ തീറ്റ എന്നുള്ള ഇന്റഗ്രേഷൻ നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 0 to 2π μ0/4π IDL divided by a square plus x square which is dB and sin theta. അടുത്തതായിട്ട് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് സൈൻ തീറ്റ കണ്ടുപിടിക്കുക. നമുക്കറിയാം ഇവിടെ തീറ്റ എന്നുള്ള ആംഗിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. ഹൈപ്പോട്ടിനസ് ദിസ് വാല്യൂ ആണ്. അപ്പോൾ എന്ത് കിട്ടും? a/√(a² + x² ആണ് സൈൻ തീറ്റ എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ തീറ്റയുടെ വാല്യൂ എന്താണ്? a/√(a² + x² ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് b ഈസ് ഈക്വൽ ടു 0 to 2π μ0/4π IDL divided by a² plus x² into a/a² plus x² all raised to 1/2 ആണ്. ഇനി നോക്കുക, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കോൺസ്റ്റന്റ് എന്ന് നോക്കാം. μ0/4π കോൺസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ i കോൺസ്റ്റന്റ് ആണ്, a കോൺസ്റ്റന്റ് ആണ്, റേഡിയസ് ആണ്, x ഡിസ്റ്റൻസ് ആണ്, അതും കോൺസ്റ്റന്റ് ആണ്. ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇന്റഗ്രേഷൻ വെളിയിലെടുക്കാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വെളിയിൽ വന്നു? μ0/4π, i കറണ്ട് കോൺസ്റ്റന്റ് ആണ്, ia ഡിവൈഡ് ബൈ, പിന്നെ ഇവിടെ ഡിനോമിനേറ്ററിൽ നോക്കുക, a² plus x² into a² plus x² all raised to 1/2 ആണ്. അത് നമുക്ക് എന്ത് എഴുതാം? a² plus x² all raised to 3/2 എന്ന് എഴുതാവുന്നതാണ്. ഇനി ഇന്റഗ്രേഷനിൽ റിമെയിൻ ചെയ്യുന്നത് ബാക്കിയുള്ളത് എന്താണ്? ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓഫ് 0 to 2π. 2π ആണ് നമ്മളെ ലിമിറ്റ്. ബാക്കിയുള്ളത് dl ആണ്. അപ്പൊ നമ്മൾ ഈ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് 2π a എന്ന് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്മുടെ ഇന്റഗ്രേഷന്റെ വാല്യൂ ഇട്ടിരിക്കുന്നത് 2π a എന്നാണ്. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു a ഉണ്ട്, ഇവിടെ a ഉണ്ട്. അപ്പൊ അതും കൂടെ രണ്ടും കൂടെ ചേർന്ന് a² ആയി. ഇവിടെ ഒരു 2 ഉണ്ട്, ആ 2 ഇവിടെ ഒരു 4ൽ കട്ടായി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാക്കി 2 വരും. അങ്ങനെയാണെങ്കിൽ μ0/a² ഡിവൈഡ് ബൈ 2 into a² plus x² all raised to 3/2 എന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അവസാനമായിട്ട് b എന്നുള്ള മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദ പോയിന്റ് p is equal to μ0ia² ഡിവൈഡ് ബൈ 2 into a² plus x² all raised to 3/2 എന്ന് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ a എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ റിംഗ് ആണ്. അതേപോലെ x എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ദ കോയിൽ ആൻഡ് ദ പോയിന്റ് p ആണ്. ഇനി നോക്കുക, നമുക്ക് n ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു സിംഗിൾ ടേൺ ഉള്ള ഒരു സർക്കുലർ റിംഗ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പകരം ഒരു കോയിലാന്ന് വിചാരിക്കുക. ആ കോയിലിന് n ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ വാല്യൂ എന്തായിരിക്കും? ഈ സിംഗിൾ കോയിൽ കൊണ്ടുള്ള മാഗ്നറ്റിക് ഇൻഡക്ഷനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. b is equal to μ0 ഡിവൈഡ് ബൈ a² plus x² all raised to 3/2 എന്ന് കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് അറ്റ് ദ സെന്റർ ഓഫ് ദ കോയിൽ കണ്ടുപിടിക്കാം. സെന്റർ ഓഫ് ദ കോയിൽ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഇതേ ഇക്വേഷനകത്ത് x 0 എന്ന് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് b is equal to μ0 ഡിവൈഡ് ബൈ 2a എന്ന് കിട്ടുന്നതായിരിക്കും. അതേപോലെ വെൻ x is very much greater than a, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യാം? a-നെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ ബാക്കിയുള്ളത് μ0 ഡിവൈഡ് ബൈ 2x³ എന്ന് കിട്ടുന്നതായിരിക്കും. അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. താങ്ക് യു.